ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു പോകുന്ന ചില സങ്കടങ്ങൾ, ചില സഹനങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, അവിടെയൊക്കെ ദൈവം നമ്മെ സഹായിക്കും. എപ്രകാരം? നമ്മൾ ആ കാര്യത്തിൽ തെറ്റ് ചെയ്യാതെ, നമ്മൾ ആ കാര്യത്തിൽ കുറ്റം ചെയ്യാതെ നമ്മൾ നിർമ്മലരാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ രക്ഷിച്ചിരിക്കും. പഴയ നിയമത്തിൽ ദാനിയേൽ എന്ന ആ ശക്തനായ പ്രവാചകനെ ദാരിയൂസ് രാജാവ് സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ഇടുകയാണ്. നമുക്കറിയാം, സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ഈ പ്രവാചകൻ ഇട്ട് കഴിഞ്ഞാൽ ആ സിംഹങ്ങൾ നിലത്ത് ഈ പ്രവാചകൻ വീഴുന്നതിന് മുമ്പ് കൈകൊണ്ട് അടിച്ച് അസ്ഥികൾ ഒടിച്ചു കളയും. അത്രയും ശക്തിയാണ്. അല്ലെങ്കിൽ സിംഹം ആ വായ കൊണ്ട് അവൻ്റെ കഴുത്തിൽ പിടിച്ച് അവനെ കൊന്നുകളയും. അപ്പോൾ ഇവിടെ ഈ സിംഹങ്ങളുടെ കൂട്ടിലേക്ക് പ്രവാചകൻ ഇട്ടിട്ട് സിംഹങ്ങൾ വായ അടച്ചു എന്ന് പറയും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, 21. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കർത്താവ് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വാ അടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവെ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നന്മയിൽ ഉറച്ചു നിൽക്കുകയും സത്യസന്ധമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്താൽ നമ്മെ സഹായിക്കാൻ, നമ്മെ ഉപദ്രവിക്കുന്നവരുടെ വാ അടയ്ക്കാൻ, നമുക്ക് എതിരെ പ്രവർത്തിക്കുന്നവരുടെ പ്രവൃത്തികളെ തകർക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ സിംഹങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മെ ഉപദ്രവിക്കുന്ന ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാരോ ബന്ധക്കാരൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ പ്രസ്ഥാനങ്ങളായിരിക്കാം, രാജ്യമായിരിക്കാം. പക്ഷെ കർത്താവിനെ ചേർന്ന് നിന്നാൽ, നമ്മൾ നന്മയിൽ ഉറച്ചു നിന്നാൽ, അവിടെ ദൈവം സിംഹങ്ങളുടെ വായ അടച്ച് ദാനിയേലിനെ സംരക്ഷിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ സഹായിക്കും. ആ വിശ്വാസം, ആ ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറ്റമറ്റതാക്കി മാറ്റാം. അതിനായി കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ മുൻപിൽ കുറ്റമറ്റവനായി ജീവിക്കാൻ, കൃപയിൽ വളരാൻ, കുറവുകളെ പരിഹരിക്കാൻ, ബലഹീനതകളെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തി ബലമുള്ളതായി തീർക്കുവാൻ, കർത്താവെ, പാപത്തിൽ നിന്ന് മാറി നിന്ന് വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസം കൃപ നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഏഴല്ല 70 ഇരട്ടി എരിയും ചൂളയിൽ തള്ളിയാലും എരിയുകില്ല, ഞാൻ നീറുകില്ല. ചൂളയിൽ എൻ്റെ കൂടെ ഇറങ്ങും അവൻ, പതറുകില്ല, ഞാൻ ഭയപ്പെടില്ല. അഗ്നിയെ ഹിമമാക്കും ദൈവമവൻ. യഹോവ യഹോവ യഹോവയാണെൻ്റെ ദൈവം. യഹോവ യഹോവ ആരിലും ശക്തനാണ് അത്യുന്നതൻ. യഹോവ യഹോവ യഹോവയാണെൻ്റെ ദൈവം. യഹോവ യഹോവ ആരിലും ശക്തനാണ് അത്യുന്നതൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിരവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിരവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിരവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.